നെയ്ച്ചോറിൻ്റെ അരി കഴുകി എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായ സാധനങ്ങൾ കറുവപ്പട്ട, പിന്നെ കറാമ്പൂ, ഏലക്കായ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പശു നെയ്യ് പിന്നെ നെയ്ച്ചോറ് ആദ്യം വെക്കുന്ന കാണിച്ചു തരാം. പശു നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട് പാത്രത്തിൽ. ഇനി വെളിച്ചെണ്ണയും പശു നെയ്യും ചൂടായി ഇനി അതിനകത്ത് 3 ഗ്ലാസ് അരിയുണ്ട്. 3 ഗ്ലാസ് അരി വെളിച്ചെണ്ണയിൽ ഇടുകയാണ്. അരിയുണ്ട്. അതിനിതെല്ലാം നല്ലോണം വെളിച്ചെണ്ണയിൽ അരി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കറുവപ്പട്ട, ഏലക്കായ്, കറാമ്പൂ എല്ലാം ഇടണം. ഇനി നല്ലോണം പൊരിഞ്ഞെടുത്തു. ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം. ചൂടുവെള്ളം ഒഴിച്ച് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഇനി ഇത് നല്ലോണം ഇനി തിളച്ച് ഇനി മൂടി വെക്കാം. മൂടി വെച്ച് നെയ്ച്ചോറ് ആവട്ടെ. അപ്പോഴേക്കും പച്ചക്കറികൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചക്കറി ബിരിയാണിയാണ് വെക്കുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ: ഉരുളക്കിഴങ്ങ് നീളത്തിൽ അരിഞ്ഞത്, ഉള്ളി, ബീൻസ് അരിഞ്ഞിട്ടത്, ക്യാരറ്റ് അരിഞ്ഞത്, മല്ലിയില, തക്കാളി. ഇനി മസാല തയ്യാറാക്കുന്ന വിധം: പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചത്. ഇനി ഇതിനെ മൂപ്പിക്കാം. ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ചൂടായി. അതിലേക്ക് ഈ പച്ചമുളകും വെളുത്തുള്ളിയും നല്ലപോലെ ഒന്ന് മൂക്കട്ടെ. ഇതിൻ്റെ പച്ചമണക്കം മാറി നല്ലൊന്ന് മൂത്ത് വരട്ടെ. സോയാബീൻ പൊരിച്ച് വെച്ചിട്ടുണ്ട്. മസാലയെല്ലാം ചേർത്ത് ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, ഗരം മസാല എല്ലാം ഇട്ട് നല്ലോണം പൊരിച്ച് വെച്ചത് ഇത്. പിന്നെ ഉള്ളി അരിഞ്ഞ് മൂപ്പിച്ച് വെച്ചത് ഇത്. അണ്ടി മുന്തിരിങ്ങ വേണ്ടുന്നവർക്ക് ഇടാം. ഞാൻ ഇതിൻ്റെ അകത്ത് ഇടുന്നില്ല. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ല. ഞാൻ പെട്ടെന്ന് മഴയായതുകൊണ്ട് നെയ്ച്ചോറ് പച്ചക്കറി ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചിട്ട് വെക്കുന്നതാണ്. ഈ പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം മൂത്തതിന് ശേഷം അതിനകത്ത് ഞാൻ ഉള്ളി ഇട്ടിട്ടുണ്ട്.
കുറച്ച് പശു നെയ്യ്, ഒരു ടീസ്പൂൺ പശു നെയ്യ് വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഇനി ഇതിനകത്ത് കഷ്ണങ്ങൾ എല്ലാം ഇടാം. പച്ചക്കറി മസാലകൾ ഇതിനകത്ത് ലേശം ഒരു നുള്ള് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, മഞ്ഞളിട്ടിട്ടുണ്ട്, ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇത് വേവട്ടെ, ഇതെല്ലാം കൂടി വേവട്ടെ. അധികം കഷ്ണങ്ങളൊന്നുമില്ലാത്ത ഒരു പച്ചക്കറി ബിരിയാണി. ഇനി ഇതിനകത്ത് തക്കാളി ഇടാം. പൊട്ടിപ്പോണം. തക്കാളി ഇടാം. ഇനി ഇതെല്ലാം ഒന്ന് വേവട്ടെ. ഇതിനകത്ത് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അപ്പോഴേക്കും നമുക്ക് നെയ്ച്ചോറൊന്ന് നോക്കാം. അടച്ച് വേവുന്നുണ്ടല്ലേ. നെയ്ച്ചോറ് അടിപൊളിയായിട്ട്. പച്ചക്കറി മസാലയെല്ലാം വേവുന്നുണ്ട്. അതിനകത്ത് കുറച്ച് ഗരം മസാല ചേർക്കാം. കറി മസാല, നെയ്ച്ചോറ് ഇവിടെ ആയിട്ടുണ്ട്. നെയ്ച്ചോറ് റെഡി. ഇനി പച്ചക്കറി മസാലകളെ മസാല ഇട്ടു. അതിൻ്റെ മേലെ ബിരിയാണി മസാലപ്പൊടി കിടന്നുണ്ട്. ഇല്ല, കുറച്ചുമായി നമുക്ക് മോശം ഭ്രാന്തോ, ചെറിയ ഭ്രാന്തല്ല, വലിയ ഭ്രാന്തോ. അതും കൂടെ എടുത്തിട്ടാ വോയിസ് എടുത്ത് അതൊരു കേട്ടോ.
ഈ വീഡിയോ ഇഷ്ടമായാൽ പച്ചക്കറി ബിരിയാണി റെഡിയായി. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത ആഴ്ച ഒരു വീഡിയോയുമായി വരാം.